Hi, I'm Vijay Snell, former officer of Food Corporation of India. Current affairs in the new video. First news: 30 Maoists shot dead in 2 encounters in Chhattisgarh. ആക്ച്വലി ഇതൊരു ഹാപ്പി ന്യൂസ് ആണെന്ന് ഞാൻ പറയും. കാരണം ഇത് കേൾക്കുമ്പോൾ ക്രൂരതയെന്ന് തോന്നും. പക്ഷേ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നെക്സലൈറ്റ് ഹിറ്റ് ആയിട്ടുള്ള ഏരിയാസിൽ there are a lot of rehabilitation programs announced by the state government and central government. So if these Maoists are ready to surrender before the state administration, they will treat them as normal citizens. They will exonerate from all the charges against them, and will provide livelihood, everything, job also. അപ്പോൾ എന്ത് നല്ലൊരു സ്കീമാണെന്ന് അറിയാമോ ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് പോലുള്ള സ്റ്റേറ്റുകൾ ഓഫർ ചെയ്യുന്നത് ഫോർ റീഹാബിലിറ്റേഷൻ ഓഫ് ദി സറണ്ടേഡ് Naxalites. And many Naxalites took the path of peace and they surrendered before the state administration. But these people, some minority among these Naxalites are not ready to surrender before the state administration. So they are going to pay the penalty. And the government of India's intention is to completely eradicate the problem of Naxalism from all these Naxal affected states by the year of 2026, next year. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള എൻകൗണ്ടർ നടക്കുന്നത് ഛത്തീസ്ഗഡിൽ. ഓൾമോസ്റ്റ് ആ പ്രോബ്ലം കഴിഞ്ഞു. ഇനി ചെറിയൊരു ദണ്ഡേവാഡ ഏരിയയിലൊക്കെ ചെറിയൊരു മേഖലയിലുള്ളവന്മാർ അവരുടെ കാര്യം ഒന്നിൽ അവർ മരിക്കും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ബാക്കിയുള്ളവർ സറണ്ടർ ചെയ്യും. അതാണ് നടക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഛത്തീസ്ഗഡ് ആണ് ഇപ്പം ഏറ്റവും നെക്സലൈറ്റ് അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ. ദ ചീഫ് മിനിസ്റ്റർ ഓഫ് ഛത്തീസ്ഗഡ് ഈസ് വിഷ്ണു ദിയോ സായി അല്ലെ. But that is the biggest news in today's Hindu newspaper. The second one is US to deport Indian scholar over Hamas propaganda. അതിനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓൾറെഡി ഒരു PhD സ്കോളറെ US നിന്ന് അവർ പുറത്താക്കിയായിരുന്നു, ഒരു പെൺകുട്ടി. അതിനുശേഷം ഇപ്പോൾ വേറൊരു മെയിൽ സ്റ്റുഡന്റിനെയും അവിടെ നിന്ന് പുറത്താക്കാൻ പോയാണ്. ഹമാസ് പ്രൊപ്പഗണ്ട സ്പ്രെഡ് ചെയ്യുന്നുള്ള പേരാണ്. അതൊരു നമുക്കത് ക്രിട്ടിസൈസ് ചെയ്യാമെങ്കിലും അത് ഇന്റേണൽ അഫെയർ ഓഫ് USA ആണ്. USA അല്ലെങ്കിൽ ഇന്ത്യയുടെ കാര്യത്തിലാണെങ്കിലും that is the internal affair of a particular country. We cannot interfere with such kind of processes. We can criticize from the outside. That is the only thing we can do. അപ്പോൾ അതിലൊന്നും നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. വേറെ ന്യൂസ് എന്ന് പറഞ്ഞാൽ എക്സ്കോർപ്പ് challenges content blocking orders by authorities. എക്സ്കോർപ്പ് എന്ന് പറഞ്ഞാൽ അറിയില്ല, previously it was Twitter and Elon Musk took over Twitter and he renamed it as X. അപ്പോൾ ഇതിൽ ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യക്ക് ഇപ്പോൾ സഹയോഗ് പോർട്ടൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സഹയോഗ് പോർട്ടൽ. ഈ സഹയോഗ് പോർട്ടലില് സെൻസർഷിപ്പ് പോർട്ടൽ എന്നാണ് ഇപ്പൊ ഇവരൊക്കെ വിളിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ വിച്ച് അലൗസ് ഓൾ ഗവൺമെന്റ് ഏജൻസീസ് ഫ്രം യൂണിയൻ മിനിസ്ട്രീസ് ഡൗൺ ടു ലോക്കൽ പോലീസ് സ്റ്റേഷൻസ് ടു ഇഷ്യൂ ബ്ലോക്കിംഗ് ഓർഡേഴ്സ് യൂസിംഗ് യൂണിയൻ ഗവൺമെന്റ് ഇഷ്യൂഡ് ടെംപ്ലേറ്റ്. ഈ ഒരു ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്, സഹയോഗ് പോർട്ടൽ യൂസ് ചെയ്തുകൊണ്ട് യൂണിയൻ മിനിസ്ട്രി തൊട്ട് ഇങ്ങ് താഴെ ലോക്കൽ പോലീസ് സ്റ്റേഷൻ വരെ ഉള്ളവർക്ക് ഈ പറഞ്ഞ എക്സ് പോലുള്ള ഓർഗനൈസേഷൻസിന് കണ്ടന്റ് ബ്ലോക്ക് ചെയ്യാനുള്ള ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പോ ദാറ്റ് ഈസ് അഗൈൻസ്റ്റ് ദ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ആൻഡ് സ്പീച്ച് എന്ന പറഞ്ഞേക്കുന്നത്. ഇവരെല്ലാവരും അങ്ങനെ അവർ ഇപ്പൊ കർണാടക ഹൈക്കോർട്ടിനെ അപ്രോച്ച് ചെയ്തേക്കാണ് ഇത്തരത്തിലുള്ള ബ്ലോക്കിംഗ് ഓർഡേഴ്സിന് അഗൈൻസ്റ്റ് ആയിട്ട്. അവർ പറഞ്ഞേക്കുന്നത് X-Corp asked the court to direct the government that orders to block content can only be issued under section 16A of the IT Act 2000. IT Act 2000 16A എന്ന് പറഞ്ഞ സെക്ഷൻ ഉപയോഗിച്ച് മാത്രമേ ബ്ലോക്കിംഗ് ഓർഡേഴ്സ് ഗവൺമെന്റ് കൊടുക്കാനുള്ള അവകാശം ഉള്ളതാണ്. അതല്ലാതെ ബ്ലോക്കിംഗ് ഓർഡേഴ്സ് കൊടുക്കുന്നുണ്ടെന്നാണ് അവർ പറയുന്നത്. പിന്നെ AP to implement sub categorization of SC, CM Naidu. അത് അകത്തെ പേജ് പോകുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ആന്ധ്രാപ്രദേശ് ചീഫ് മിനിസ്റ്റർ ചന്ദ്രബാബു നായിഡു stated that they are going to subcategorize SCs in ആന്ധ്രാപ്രദേശ്. അതിലൊരു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് അടുത്ത പേജിലേക്ക് പോകാൻ പറയാം. പിന്നെ അടുത്ത പേജിൽ പോകുമ്പോൾ BJP cancels ബീഹാർ ദിവസ് സെലിബ്രേഷൻ ഇൻ ആസാം എന്നൊരു ന്യൂസാണ്. ആസാം ചീഫ് മിനിസ്റ്റർ ഹിമാന്ത ബിശ്വ ശർമ്മയാണ്. ആസാമിന്റെ ചീഫ് മിനിസ്റ്ററാണ് ഹിമാന്ത ബിശ്വ ശർമ്മ. They decided to celebrate ബീഹാർ ദിവസ് in Assam, but because of the opposition from the local organizations, they decided to cancel that event in Assam. പക്ഷെ അത് ആക്ച്വലി ഒരു ബ്രദർഹുഡിന്റെ പ്രതീകമായിട്ട് അങ്ങനെ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ ഈ ഇടയ്ക്ക് ആസാം ഡേ സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. പിന്നെന്താ ആസാമുകാർക്ക് ബീഹാർ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്? അത് നമ്മള് ഒരു ഫ്രറ്റേണിറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ്. അപ്പം പറഞ്ഞൊരു കാര്യമുള്ളൂ, നമ്മൾ ആൾക്കാരൊന്നും അത്രയും വിശാലമായി ചിന്തിക്കാൻ പഠിച്ചിട്ടില്ല, അതാ കുഴപ്പം.
ഇതൊരു കണ്ടോ, ഇത് ഡൽഹി ഹൈക്കോടതിയുടെ വിധിയാണ്. എഡ്യൂക്കേറ്റഡ് വൈഫ് ഷുഡ് നോട്ട് റിമെയിൻ ഐഡിൽ ടു ഗെറ്റ് മെയിൻ്റനൻസ് ഫ്രം ഹസ്ബൻഡ്. അതൊരു കേസിൽ അവർ പറഞ്ഞേക്കുന്ന ഒരു സംഭവമാണ്. വെരി വെൽ എഡ്യൂക്കേറ്റഡ് ഗേൾ ബട്ട് ഷീ ഈസ് നോട്ട് റെഡി ടു ട്രൈ ഫോർ എ ജോബ് ടു ഗെറ്റ് മെയിൻ്റനൻസ് ഫ്രം ഹസ്ബൻഡ്. അവള് ഡിവോഴ്സ് ആവുകയാണ്. അപ്പം ഹസ്ബൻഡിൽ നിന്ന് മെയിൻ്റനൻസ് കിട്ടണമെങ്കിൽ ജോബ് ഉണ്ടെങ്കിൽ കിട്ടത്തില്ല. അപ്പം അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ കിട്ടാതിരിക്കുന്ന ഒഴിവാക്കാൻ വേണ്ടി തൽക്കാലത്തേക്ക് ഒരു ജോബിനും പോകാതെ ഐഡിലായിട്ട് നിന്നു. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞേക്കുന്നു ദിസ് ഈസ് നോട്ട് ദ വേ എന്ന്. കാരണം എന്ന് വെച്ചാൽ ദ ഡൽഹി ഹൈക്കോടതി has said well educated women with an earning capacity ought not to remain idle solely to gain maintenance from her husband. അത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC, അത് പഴയ സംഭവമാണ്. ഇപ്പം ഭാരതീയ ന്യായ സംഹിതയും ഭാരതീയ നാഗരിക് സുരക്ഷാ സംഹിതയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ എന്തായാലും CRPCയിലെ ചില പ്രൊവിഷൻസ് ഉപയോഗിച്ച് ഈ സ്ത്രീകൾക്ക് മെയിൻ്റനൻസ് കിട്ടും ഹസ്ബൻഡ് എന്ന് ഡിവോഴ്സ് ആവുന്ന സമയത്ത്. ആ മെയിൻ്റനൻസ് കിട്ടാൻ വേണ്ടിയിട്ട് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പെൺപിള്ളേർ പോലും ജോലിക്ക് പോകാതിരിക്കും. അത് ശരിയല്ല എന്ന് കോടതി പറഞ്ഞേക്കാണ്. ജസ്റ്റ് ആ കോടതിയുടെ റെഫറൻസ് കൊണ്ട് എനിക്ക് ചിരി വന്നതുകൊണ്ട് ഞാൻ നിങ്ങളടുത്തത് ഡിസ്കസ് ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ TN Assembly debates whether to conduct caste census or survey. In the last Lok Sabha election itself, Congress and its alliance partners decided to make this caste survey issue a big national issue, but that didn't find resonance with the electorate of this country. So that was in back burner for some days. Now again that caste census issue is gaining prominence. Recently, Telangana government conducted caste survey, and based on that they decided to enhance the reservation of OBCs from 27% to 43 or 42% ആയിട്ട് ഇൻക്രീസ് ചെയ്യാൻ തീരുമാനിച്ചു. SCസിന്റെ റിസർവേഷൻ 15% ആയിട്ടും ഒക്കെ എൻഹാൻസ് ചെയ്യാൻ തീരുമാനിച്ചു. അത് തെലങ്കാനയിലാണ്, നമ്മളത് കാണാൻ പഠിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഐ എം ടെല്ലിംഗ് യു സം സ്റ്റേറ്റ്സ് ആർ already started the process of caste census. Karnataka also recently completed a caste census അല്ല, ഒരു കാസ്റ്റ് സർവേ പോലെ നടത്തിയവര്. ബീഹാർ is the first state in India to complete a comprehensive caste census after getting independence. അപ്പം അതും അതിന്റെ ബേസിൽ അവിടെയും കുറെ മാറ്റങ്ങളൊക്കെ വരുത്താൻ തുടങ്ങിയെങ്കിലും അത് പാറ്റ്ന ഹൈക്കോടതി സമ്മതിച്ചില്ല. കാര്യം ഈ കാസ്റ്റ് സർവേ നടത്തുന്നത് എന്തിനാണ്? റിസർവേഷൻ എൻഹാൻസ് ചെയ്ത് കൊടുക്കാനാണ്, ബേസ്ഡ് ഓൺ ദ പോപ്പുലേഷൻ ഓഫ് പർട്ടിക്കുലർ കമ്മ്യൂണിറ്റീസ്, OBCസിന്റെ SC/STസിന്റെ ഒക്കെ. പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്റ്റിപ്പുലേഷൻ 50% റിസർവേഷൻ ആവാനുള്ളതാണ്. ബീഹാറിൽ അത് ക്രോസ് ചെയ്തു. അപ്പോൾ അത് പാറ്റ്ന ഹൈക്കോടതി കോൺസ്റ്റിറ്റ്യൂഷന്റെ അഗേൻസ്റ്റ് ആണെന്ന് പറഞ്ഞ് സ്ക്രാപ്പ് ചെയ്തു. പക്ഷെ ഓൾറെഡി തമിഴ്നാട്ടിൽ 69% അങ്ങനെ റിസർവേഷനും ഉണ്ട്. അത് ഇതുവരെയ്ക്ക് സ്ക്രാപ്പ് ചെയ്യപ്പെട്ടില്ല. കാരണം അത് കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റാത്ത 9th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊണ്ട് അവരിട്ടു. 9th ഷെഡ്യൂൾ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കിട്ടി കഴിഞ്ഞാൽ അത് കോടതി ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിലൊക്കെ ഇപ്പോൾ കോടതിയിൽ കേസുണ്ട്. സുപ്രീം കോടതി അത് പരിഗണിക്കാൻ പോയി. അപ്പോൾ അതും ചിലപ്പോൾ വേണമെങ്കിൽ സ്ക്രാപ്പ് ചെയ്യപ്പെട്ടേക്കാം. അപ്പൊ എന്തായാലും ആ ഒരു സംഭവം ഞാൻ ജസ്റ്റ് പറഞ്ഞതാണ്. പിന്നെ Bihar raises special status demand before Finance Commission. Bihar is one of the most backward states in India, and Bihar asked for special status many times before Government of India, and they submitted many memorandums before the Government of India to get special assistance, treating them as a special category state. But Government of India ഒരിക്കലും ആ ഒരു ഡിമാൻഡ് അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. Now again Bihar is demanding for a special status before the 16th Finance Commission of India. Now the newest Finance Commission is the 16th Finance Commission, and its chairman is Aravind Panagaria, 16th Finance Commission chairman. And in front of 16th Finance Commission, Bihar again presented this request for a special status. പക്ഷെ ഇപ്പൊ സിറ്റുവേഷൻ ഡിഫറെന്റ് ആണ്. ഈ നിതീഷ് കുമാർ, ബീഹാർ ഭരിക്കുന്ന ചീഫ് മിനിസ്റ്റർ നിതീഷ് കുമാർ, അദ്ദേഹത്തിന്റെ പാർട്ടി ജനതാദൾ യുണൈറ്റഡ്, അതിന്റെ സപ്പോർട്ടോട് കൂടി മാത്രമേ BJPക്ക് മുമ്പോട്ട് പോകാൻ പറ്റൂ. ഇനി അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും സ്പെഷ്യൽ സ്റ്റാറ്റസ് പക്ഷെ കൊടുക്കാൻ പറ്റൂല. അതിൻ്റെതായ ക്രൈറ്റീരിയാസ് ഉണ്ട്. ഓക്കെ. പിന്നെ തെലങ്കാനയിലെ ആ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാലിൽ കുടുങ്ങിപ്പോയ ആൾക്കാരെ ഇതുവരെയ്ക്കും മോചിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. 27 ദിവസം കഴിഞ്ഞു. ടുഡേ ഈസ് 28th day. Still those people trapped inside that Srisalem left bank canal. അത് റെസ്ക്യൂ ചെയ്യാൻ പറ്റത്തില്ല. അവരെല്ലാം ഇപ്പം മരിച്ചു കാണുമല്ലോ. ഒരാളെ ബോഡി കിട്ടി, ബാക്കിയുള്ളവരൊന്നും കിട്ടിയില്ല. പിന്നെ ഇത്രയേ ഉള്ളൂ ഈ പേജിൽ. നെക്സ്റ്റ് പേജ് ഇതാണ് ഞാൻ പറഞ്ഞത്.
AP government to implement subcategorization of SCs. ഇതിലൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ when Indian Constitution was enacted, there was only provision for SC/ST reservation as part of right to equality. The framers of Indian Constitution decided to give reservation for scheduled caste and scheduled tribe communities in the legislature and also in the public employment. Later, in the 1970s, there was a Mandal Commission to assess the backwardness of the backward classes of India, and based on his report, Mandal Commission report, VP Singh government in 1989-1990 period decided to give OBC also reservation. 27% reservation ആണ് കൊടുത്തത്. പക്ഷേ ഈ റിസർവേഷന്റെ പ്രശ്നം ഇപ്പൊ റിസർവേഷൻ ഈസ് ഗുഡ് ഫോർ പ്രൊമോട്ടിങ് ഇക്വാലിറ്റി, ബട്ട് അറ്റ് ദ സെയിം ടൈം ഈ റിസർവേഷൻ കിട്ടുന്ന ആൾക്കാരുണ്ടല്ലോ പലപ്പോഴും ഈ ബാക്ക്വേർഡ് ക്ലാസ്സസിൽ തന്നെ ഒരു അപ്പർ കമ്മ്യൂണിറ്റി കാണും, അല്ലെങ്കിൽ ഒരു സ്ട്രോങ് കമ്മ്യൂണിറ്റി കാണും. ഇപ്പൊ കേരളം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈഴവ OBC കമ്മ്യൂണിറ്റിയിലുള്ളതാണെങ്കിലും അവർക്ക് ഇവിടുത്തെ അപ്പർ കാസ്റ്റ് ആൾക്കാർക്കുള്ളതുപോലുള്ള ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് ഉള്ള കമ്മ്യൂണിറ്റിയാണ്. സോ OBC കമ്മ്യൂണിറ്റിക്ക് കിട്ടുന്ന റിസർവേഷന്റെ മേജർ ചങ്കം കൊണ്ടുപോകുന്നത് കേരളത്തിന്റെ കേസിൽ ഈ പറഞ്ഞ ഈഴവാസും മുസ്ലിംസും ഒക്കെ ആയിരിക്കും. അതേസമയത്ത് OBCയിൽ പിന്നോക്കം നിൽക്കുന്ന മറ്റു സമുദായങ്ങൾക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടാതാവും. ഇതേപോലെ SCs എടുക്കുമ്പോൾ SCസിലെ ചില ഡോമിനന്റ് കമ്മ്യൂണിറ്റി, ഇപ്പൊ കേരളത്തിലൊക്കെയാണെങ്കിൽ പുലയ എന്നൊക്കെ പറഞ്ഞ കമ്മ്യൂണിറ്റി ഉണ്ട്. ദർ ഡോമിനന്റ് കമ്മ്യൂണിറ്റി ഇൻ SC. സോ ഡെഫിനറ്റ്ലി ദ ബെനിഫിറ്റ് ഓഫ് റിസർവേഷൻ വിൽ ഡയറക്ട്ലി ഗോസ് ടു ദോസ് പീപ്പിൾ, ആൻഡ് ദ most backward among them won't get this reservation benefits. So there comes another demand, subcategorization. അങ്ങനെ സബ്കാറ്റഗറൈസേഷൻ ഒന്ന് ആലോചിക്കുക. 27% റിസർവേഷൻ OBCക്ക് ഉണ്ടെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തില്, ഇതില് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റി ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഈ 27%-ൽ 5% മാത്രമേ ഈഴവാസിന് കൊടുക്കുകയുള്ളൂ. അവർ 5% മുസ്ലിംസിനും കൊടുക്കും, ബാക്കി 17% ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ. അപ്പൊ എന്ത് സംഭവിക്കും? ഈ 27% അകത്തുള്ള ഈ 5% ഈ പറഞ്ഞ അതിലെ പ്രിവിലേജ്ഡ് കമ്മ്യൂണിറ്റീസിന് റിസർവേഷൻ കിട്ടുള്ളൂ. അതാണ് ഈ സബ് കാറ്റഗറൈസേഷന്റെ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അത് തന്നെ SCസിൽ സംഭവിക്കും. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? എപ്പോഴും ഇവർക്ക് തന്നെ കിട്ടും, ബാക്കി പിന്നോക്കം നിൽക്കുന്ന അതിലെ മറ്റ് സമുദായങ്ങൾക്ക് കിട്ടത്തില്ല. അത് ഒഴിവാക്കാൻ സബ് കാറ്റഗറൈസേഷൻ കൊണ്ടുവരിക ആന്ധ്രാപ്രദേശിലെ SCസിന്റെ ഇടയിലുള്ള ഒരു വലിയ ഡിമാൻഡായിരുന്നു. Now Chandrababu Naidu government decided to yield to that demand. They are going to subcategorize SCs. ഈ OBC subcategorization ഒക്കെ പല സ്റ്റേറ്റിൽ ഓൾറെഡി കഴിഞ്ഞു. EBCs എന്ന് പറഞ്ഞാൽ കിട്ടിയത് എക്സ്ട്രീംലി ബാക്ക്വേർഡ് ക്ലാസസ് OBCസിന്റെ അകത്ത്. ഇപ്പൊ ബീഹാറിൽ തന്നെ അങ്ങനെ ഉണ്ട്, ഉത്തർപ്രദേശിലുണ്ട്. അപ്പൊ നല്ല കാര്യമാണത്. എന്റെ അഭിപ്രായത്തിൽ SCസിൽ ക്രീമി ലെയറും കൂടെ കൊണ്ടുവരണം. ഇപ്പോ OBC റിസർവേഷനിൽ മാത്രമേ ക്രീമി ലെയർ ഉള്ളൂ. വെൽ ഓഫ് ആയിട്ടുള്ള OBCയിലെ ആൾക്കാർക്ക് റിസർവേഷൻ കിട്ടത്തില്ല, അല്ലാത്ത OBC ആൾക്കാർക്ക് റിസർവേഷൻ കിട്ടും. ഇത് SCസിൽ കൊണ്ടുവരണ്ടേ? കാര്യം SCസിൽ ഓൾറെഡി റിസർവേഷൻ കിട്ടി വലിയ സർക്കാരിലൊക്കെ നല്ല പൊസിഷനിൽ പോയ ആൾക്കാരുടെ മക്കളെ ഏറ്റവും നല്ല സ്കൂളുകളിൽ പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വീണ്ടും ആ റിസർവേഷൻ കിട്ടുള്ളൂ, അല്ല പാവപ്പെട്ടവന് കിട്ടത്തില്ല. കിട്ടണമെങ്കിൽ ഈ SCസിലെയും ക്രീമി ലെയർ അങ്ങനെ ഒരു കോൺസെപ്റ്റ് അതിൻ്റെ അകത്ത് ഇല്ല, കൊണ്ടുവരണമെന്നാണ് എൻ്റെ അഭിപ്രായം. അത് പറഞ്ഞ പേരിൽ എന്നെ പലരും ചിലപ്പോൾ ഇതിൽ അറ്റാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ ദാറ്റ് ഈസ് ദ ജസ്റ്റിസ്, അത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോഴേ ഈക്വാലിറ്റി പ്രൊമോട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ ആശാമാരുടെ സമരത്തിനെ കുറിച്ചും ഒക്കെ അവിടെ കാണാം. പിന്നെ ഇവിടെ പറയാനുള്ള മിസ് വേൾഡ് 2025 ഇപ്രാവശ്യം തെലങ്കാനയിൽ വെച്ചാണ്. മിസ് വേൾഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മിസ് വേൾഡ് വേറായിട്ട് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്യപ്പെട്ട ആൾക്കാരുണ്ട്. ഐശ്വര്യ റായ് വാസ് എ ഫോമർ മിസ് വേൾഡ് ഫ്രം ഇന്ത്യ. So that Miss World competition, each and every year that will happen around some big global cities. But this year that event is going to be conducted in Telangana. തെലങ്കാനയിൽ ആയിരിക്കും, സ്വാഭാവികമായിട്ട് ഹൈദരാബാദിലായിരിക്കും. അപ്പൊ രേവന്ത് റെഡ്ഡി ഗവൺമെന്റ് ഇന്നലെ അതിനെ കുറിച്ച് ഒരു അനൗൺസ്മെന്റ് ഒക്കെ നടത്തി. ഓക്കെ. പിന്നെ സ്പോട്ട്ലൈറ്റ് പേജ് ഫ്രൈഡേയിൽ വരുന്നതാണ് വേണ്ട, മെട്രോ പ്ലസ് ഫ്രൈഡേയിൽ വരുന്നതാണ് വേണ്ട. ഇനി എഡിറ്റോറിയൽ പേജിലേക്ക് പോവാം. എഡിറ്റോറിയൽ പേജ്, ഫസ്റ്റ് എഡിറ്റോറിയൽ ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറഞ്ഞ എഡിറ്റോറിയലാണ്. ഈ ഫ്രീ ആൻഡ് ഫെയർ എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുടെ ഒരു ഡിസിഷനെ കുറിച്ചാണ്. യെസ്റ്റർഡേ ഐ ഡിസ്കസ്ഡ് അബൌട്ട് ദാറ്റ് ഡിസിഷൻ, ആൻഡ് സുപ്രീം കോർട്ട് ഓൾസോ ഡയറക്റ്റഡ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു ഡു സം എക്സ്ട്രാ തിങ്സ് ടു increase the transparency of the whole election process. And Election Commission of India's new chief election commissioner Ganesh Kumar wholeheartedly accepted the idea of more transparency. അതിനെ കുറിച്ചാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. അതായത് ഈ
ഇലക്ഷൻ കഴിഞ്ഞുള്ള ബൂത്ത് വൈസ് വോട്ടർ ടേൺ ഔട്ട്, അത് ഫോം 17 എന്ന് പറയുന്ന ഫോം 17C എന്ന് പറയുന്ന ഒരു ഇതിലാണ് അവർ സൂക്ഷിക്കുന്നത്. ബൂത്ത് വൈസ് ഡേറ്റ ആഫ്റ്റർ ഇലക്ഷൻ വോട്ടർ ടേൺ ഔട്ട് ഡേറ്റ. ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കാൻഡിഡേറ്റിനും അവരുടെ ഏജന്റിനും മാത്രമേ കാണിച്ചു കൊടുക്കുള്ളൂ. ഇലക്ഷനിൽ മത്സരിക്കുന്ന കാൻഡിഡേറ്റിനും ഏജന്റിനും മാത്രം. പക്ഷേ ഇലക്ഷന്റെ ട്രാൻസ്പെറൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മളുടെ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അവരുടെ വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യണം എന്നും പറഞ്ഞ് ADR അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു സംഘടനയും തൃണമൂൽ കോൺഗ്രസ് പാർട്ടിയുടെ മഹുവ മൊയ്ത്ര എന്ന് പറയുന്ന MPയും സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ ആദ്യം ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എടുത്ത നിലപാട്, ഇലക്ഷൻ കമ്മീഷന്റെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷന്റെ ബൈലയ്ക്കകത്ത് അത്തരത്തിലുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. സോ ദേ ആർ നോട്ട് മാൻഡേറ്റഡ് ടു പബ്ലിഷ് ദിസ് ബൂത്ത് വൈസ് വോട്ടർ ടേൺ ഔട്ട് ഡാറ്റ ഇൻ ദർ വെബ്സൈറ്റ് എന്നായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും സുപ്രീം കോടതി ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അനുഭാവപൂർവ്വം അത് പരിഗണിക്കുകയും ഈ പറഞ്ഞ അവർക്കെതിരെ ഉള്ള ലിറ്റിഗൻസ് ആയിട്ടുള്ള മഹുവ മൊയ്ത്ര എന്നുള്ള TMCയുടെ MPയെയും അതുപോലെ ADR അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിന്റെ റെപ്രസെന്റേറ്റീവ്സിനെയും മീറ്റിംഗിന് ക്ഷണിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ഇലക്ഷൻ ഡേറ്റ അവർ ഫസ്റ്റ് ഡേയിൽ പറയുന്ന വോട്ടർ ടേൺ ഔട്ടും പിന്നീട് കുറച്ച് ദിവസം കഴിയുമ്പം പറയുന്ന വോട്ടർ ടേൺ ഔട്ടും ഒക്കെ തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടാകാറ്. അത് പക്ഷേ കള്ളത്തരം കൊണ്ടൊന്നും അല്ല. ഈ ബൂത്ത്സിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആദ്യം ആക്യുറേറ്റ് ആയിരിക്കത്തില്ല. അതിനുശേഷം ഈ ഫാർഫ്ലങ് ഏരിയാസിലേക്കുള്ള ബൂത്തിൽ നിന്ന് കിട്ടുന്ന എല്ലാം കൂടെ കമ്പയർ ചെയ്ത് നെക്സ്റ്റ് അത് പബ്ലിഷ് ചെയ്യുമ്പോൾ ഡിഫറൻസ് വരുന്നതാണ്. പക്ഷേ എന്നാൽ പോലും ഇതിപ്പോ പറഞ്ഞേക്കുന്ന 48 hours ഇലക്ഷൻ നടന്ന് 48 hours വെച്ച് അവരുടെ വെബ്സൈറ്റിൽ ഈ ഫോം 17C പബ്ലിഷ് ചെയ്യണമെന്നാണ്. അതിന് പറ്റും എന്നാണ് ഈ ADR ഒക്കെ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇസ് നൗ ടേക്കിംഗ് എ ലോട്ട് ഓഫ് ഇനിഷ്യേറ്റീവ്സ്. റീസെന്റ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു convene a meeting of various opposition parties with election commission of India to clear their doubts, to clear their apprehensions about the ഫങ്ഷനിങ് ഓഫ് ഇലക്ഷൻ കമ്മീഷൻ. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. അതാ ഈ ഫസ്റ്റ് എഡിറ്റോറിയൽ പറഞ്ഞത്, അതല്ല വേറെ ഒന്നും അവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയാനില്ല. ഇനി കമ്മിങ് ഓഫ് ഏജ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ, അത് ദാറ്റ് ഈസ് എ വെരി സിമ്പിൾ എഡിറ്റോറിയൽ. ഇറ്റ്സ് അബൌട്ട് ദ IPL was started in 2008 in Chinnaswamy Stadium, Bengaluru. Now 2025, so it's 18th edition, 18th IPL അതാണ് നടക്കാൻ പോകുന്നത്. അത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിൽ ഈഡൻ ഗാർഡനിൽ വെച്ച് നടക്കുന്ന മത്സരത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യാണ്. വേൾഡിലെ ഏറ്റവും വലിയൊരു സ്പോർട്സ് ബ്രാൻഡായിട്ട് IPL ഉയർന്നു കഴിഞ്ഞു എന്ന് മാത്രമല്ല, വേൾഡിലെ ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ ക്ലൗട്ട് ഉള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് BCCI മാറ്റുന്നതിൽ ഇപ്പോൾ ഒരു പ്രധാന പങ്കും IPL വഹിക്കുന്നുണ്ട്. അത് മാത്രമല്ല, IPL ഒരു വലിയ ലുക്രേറ്റീവ് ഡീലാണ് വേൾഡ് മുഴുവനുള്ള പ്ലേയേഴ്സിന് കൊടുക്കുന്നത്. ഓസ്ട്രേലിയയിലൊക്കെ ക്രിക്കറ്റ് ലീഗ് ഉണ്ടെങ്കിലും ഇത്രയും ക്യാഷ് റിച്ച് ആയിട്ടുള്ള ലീഗ് വേറെയില്ല. ലോകം മുഴുവനുള്ള പല രാജ്യങ്ങളിലെയും പ്ലേയേഴ്സ് നേരത്തെ റിട്ടയർ ചെയ്തിട്ട് IPL മാത്രം കളിക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാവുന്ന രീതിയിൽ ക്യാഷ് റിച്ച് ആണ്. അത് നല്ല കാര്യം അല്ല. നാഷണൽ സർവീസിനെക്കാളും മുകളിൽ IPL ഒക്കെ പ്രതിഷ്ഠിക്കുന്ന കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ബട്ട് സ്റ്റിൽ IPL ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ്. Previously in India there was only one prestigious platform for the players to show their talent. That was Ranji Trophy. If you perform at your best in Ranji Trophy, you will be selected to national team and you will get a chance to share dressing room with the senior pros of that time. But now in IPL, even unknown names from remote places of India are getting enough chances to share dressing room with greatest stalwarts of the international cricket because of the advent of IPL. അങ്ങനെ ഒരു സാഹചര്യം. ഇപ്പൊ സഞ്ജു സാംസൺ തന്നെ രഞ്ജി ട്രോഫിയിലൊക്കെ കളിക്കാൻ തുടങ്ങിയ ഒരു സമയത്ത് തന്നെ ഓസ്ട്രേലിയയിൽ ഏറ്റവും മികച്ച ഈവൻ ഷെയ്ൻ വാണിന്റെ കൂടെ വരും ഇന്ററാക്ട് ചെയ്യാറ്. ഷെയ്ൻ വാണൊക്കെ ഇപ്പൊ മരിച്ചുപോയി. അവസരം കിട്ടുന്ന IPL മുഖേനയാണ്. പിന്നെ നമ്മൾ കേട്ടിട്ടില്ലാത്ത എത്രയോ പ്ലേയേഴ്സ് പെട്ടെന്ന് പ്രോമിനൻസിലേക്ക് വന്നു ഡ്യൂ ടു IPL. അതൊക്കെ IPLന്റെ ഗുണം തന്നെയാണ്. അപ്പൊ പക്ഷേ ഇപ്പൊ IPL ഇടയ്ക്ക് വെച്ച ഒരുപാട് വാദവയ്പ് ആരോപണങ്ങളും ഈ ആഫ്റ്റർ ഈ മാച്ച് പാർട്ടീസിലൊക്കെ ഒരുപാട് ഈ പറഞ്ഞ ഡ്രഗ്സിന്റെ ഉപയോഗം അങ്ങനെയൊക്കെ റിപ്പോർട്ട് ചെയ്യും. അതുകൊണ്ട് ആൽക്കഹോളും
എല്ലാ ടൊബാക്കോ എല്ലാം ഇപ്പോഴത്തെ IPL തൊട്ട് ബാൻ ചെയ്യാൻ തീരുമാനിച്ചു. അതൊക്കെ നല്ല കാര്യം എന്നാണ് പറഞ്ഞത്. അതൊക്കെയാണ് ഈ രണ്ടാമത്തെ എഡിറ്റോറിയൽ പറയുന്നത്. സിമ്പിൾ എഡിറ്റോറിയല. ഇനി ദ അസാൾട്ട് ഓൺ മൾട്ടിലാറ്ററലിസം ആൻഡ് ഇന്റർനാഷണൽ ലോ എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ വായിക്കാം. അത് അമേരിക്കയുടെ ഇപ്പോഴത്തെ കുറെ ഡിസിഷൻസിനെ കുറിച്ചാണ്. ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ റീസെന്റ് ഡിസൈഡഡ് ടു വിത്ഡ്രൂ ഫ്രം മെനി ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് like World Health Organization, and they decided to sanction ICC, International Criminal Court, and also they decided to withdraw from UN Human Rights Commission. Then they withdrew from Paris Climate Agreement. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. അപ്പൊ അത് ഇന്റർനാഷണൽ ഒരു മൾട്ടിലാറ്ററലിസം എന്ന് പറഞ്ഞ വേൾഡിലെ ഏറ്റവും വലിയൊരു കോൺസെപ്റ്റിനെ വീക്കൻ ചെയ്യുന്ന നടപടികളാണ് US-ന്റെ നടപടികൾ എന്നാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് പറയുന്നത്. ഇതിന് എല്ലാത്തിനും പുറമെ ഇപ്പം US-ൽ ഒരു സെനറ്റർ, റിപ്പബ്ലിക്കൻ പാർട്ടി, ട്രംപിന്റെ പാർട്ടിയുടെ തന്നെ സെനറ്ററാണ്, ഡിഫൻഡ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഇപ്പൊ അവിടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പാസ്സായ വലിയ വിഷയമാണ് ഡിഫൻഡ് എന്ന് പറഞ്ഞാല് ഡിസെൻഗേജിങ് എൻറ്റയർലി ഫ്രം ദ യുണൈറ്റഡ് നേഷൻസ് ഡീബക്കിൾ ആക്ട് എന്നാണ് അതിന്റെ പേര്. ഇതുവരെയ്ക്കും അവിടെ പിന്നീട് പാസ്സായിട്ടില്ല. പാസ്സായാൽ UN-ന്ന് തന്നെ US-ന് വിത്ഡ്രോ ചെയ്യാൻ പറ്റും. യുഎന്നിൻ്റെതായ ഒരുപാട് പോരായ്മകൾ ഉണ്ടെങ്കിലും ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ UN ആക്ച്വലി പല ഡിഫറെന്റ് ഫീൽഡ്സിലും ഒരു ഇന്റർനാഷണൽ റൂൾ ബേസ്ഡ് ഓർഡർ ഉണ്ടാക്കാൻ സഹായിച്ചുള്ള ഒരു ഓർഗനൈസേഷൻ ആണെന്ന് പറയാതിരിക്കാൻ പറ്റത്തില്ല. But they are failing in many aspects. Now the world is witnessing 2 wars, in Ukraine war and Israel-Hamas war. So UN is a mute spectator in such kinds of war. Even some internal war is also happening in countries like Sudan. In Sudan, the army is actually waging a war against the paramilitary force, and a lot of people are dying there. In ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ ഒക്കെ റുവാണ്ടയ്ക്ക് ഇടയിൽ ചില പ്രശ്നങ്ങളുണ്ട്. ഇതിലൊന്നിനും ഇടപെടാൻ UN കഴിയുന്നില്ല, അതൊരു സത്യമാണ്. പക്ഷേ സ്റ്റിൽ UN ഹാസ് ഇറ്റ്സ് ഓൺ അഡ്വാൻറ്റേജസ് ഓൾസോ. പക്ഷേ ആ UN-ന്ന് വരെ US-ന് വിത്ഡ്രോ ചെയ്യാൻ ഈ ഒരു ആക്ട് പാസ്സായ പറ്റും, ഡിഫൻഡ് ആക്ട്. അപ്പൊ ഇതാണ് ഇന്നത്തെ US-ന്റെ നടപടികൾ മൂലം ലോകത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പം അത് ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്ത് പറഞ്ഞേക്കാം. UN-ന്നൊക്കെ US വിത്ഡ്രോ ചെയ്താൽ UN-ന്റെ ഫംഗ്ഷനിങ് തന്നെ അവതാളത്തിലാവും. കാര്യം UN-ന്റെ ഏറ്റവും വലിയ ഫണ്ട് പ്രൊവൈഡർ അവരാണ്. അതുപോലെ തന്നെ ന്യൂയോർക്കിലാണ് UN നിൽക്കുന്നത് നിങ്ങൾക്ക് അറിയാം. അപ്പം അതിന്റെ പേരിൽ ഇന്റർനാഷണൽ ഡിപ്ലോമാറ്റുകളും UN ബേസ്ഡ് ഡിപ്ലോമാറ്റുകളും ഒക്കെ ഒരുപാട് ഇമ്മ്യൂണിറ്റീസ് US-ന്റെ അകത്ത് അനുഭവിക്കുന്നുണ്ട്. ദാറ്റ് ഇമ്മ്യൂണിറ്റീസ് വിൽ ബി സ്റ്റോപ്ഡ് if US withdraw from the UN based on this act, ഡിഫൻഡ് ആക്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ആക്ടിന്റെ പ്രപ്പോസൽ കൊണ്ടുവന്നേക്കുന്നത്. അങ്ങനെ ആ പ്രശ്നമാവും. പിന്നെ അവര് ICC-യെ സാങ്ഷൻ ചെയ്യുന്നു, ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ടിനെ സാങ്ഷൻ ചെയ്യാനുള്ള തീരുമാനം എടുത്തു US. പക്ഷേ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്ന ഇത് വന്നത് തന്നെ US-ൽ മുമ്പുണ്ടായിരുന്ന US-ന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ന്യൂറംബർഗ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ സംഭവത്തിനെയാണ്. പിന്നെ അതിന്റെ ബേസിലാണ് നമ്മൾ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് വരുന്നത്. പക്ഷേ ICC ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റോം സ്റ്റാറ്റ്യൂട്ടിൽ US is not a signatory എന്നുള്ളത് വേറൊരു ഫാക്ടറാണ്. India is also not a signatory of Rome Statute. That's why India is not having any binding എന്താ പറയുന്ന ബൈൻഡിങ് ആയിട്ടുള്ള ഒരു ഒബ്ലിഗേഷനും ഇല്ല എന്തെങ്കിലും ICC പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ. അത് US-നും ഇല്ല. പക്ഷെ സ്റ്റിൽ ന്യൂറംബർഗ് ട്രിബ്യൂണൽ എന്ന് പറഞ്ഞ US നേതൃത്വം ഉണ്ടാക്കിയ ഒരു ട്രിബ്യൂണലിന്റെ ചൂട് പിടിച്ചാണ് ICC ഉണ്ടാക്കുന്നത്. ആ ICC ഇപ്പൊ സാങ്ഷൻ ചെയ്യാൻ US തീരുമാനിച്ച കാര്യവും അവിടെ പറയുന്നുണ്ട്. അതുപോലെ പിന്നെ ഇപ്പൊ ട്രേഡ് റിലേറ്റഡ് ആയിട്ട് US എടുക്കുന്ന തീരുമാനങ്ങൾ അത് ലോകത്തിനെ എങ്ങനെ ബാധിക്കുന്നു നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പൊ WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന സംഭവം തന്നെ ഉണ്ടാവാൻ കാരണം US 1930s കൊണ്ടുവന്ന സ്മൂത്ത് ഹാവ്ലി താരിഫ് ആക്ട് എന്നൊരു സംഭവം മൂലം ലോകത്തുണ്ടായ പ്രശ്നങ്ങൾ, ഈവൻ റിസഷൻ ഉണ്ടായി. അപ്പൊ അതൊക്കെ കണ്ടിട്ട് ആണ് സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഗാട്ട് എന്നുള്ള ഒരു സംഭവം കൊണ്ടുവരുന്നത്. ഗാട്ട് US-ന്റെ കൂടെ നേതൃത്വത്തിൽ ജനറൽ അഗ്രിമെന്റ് ഓൺ ട്രേഡ് ആൻഡ് താരിഫ്. അതാണ് പിന്നീട് അത് 1940s ഇന്ത്യക്ക് ഫ്രീഡം കിട്ടിയ വർഷോട് ഉണ്ടാകുന്നത്. അതാണ് പിന്നീട് WTO വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിട്ട് മാറുന്നത്. ആ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളെ കൂടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനെ ചിലപ്പോൾ US വിത്ഡ്രോ ചെയ്യാൻ ചാൻസ് ഉണ്ട്. വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഓൾറെഡി തന്നെ US-ന്റെ എതിർപ്പ് മൂലം ചില കാര്യങ്ങൾ നടപ്പാക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരു അപ്പലേറ്റ് ബോഡി WTO ഡിസ്പ്യൂട്ട് സെറ്റിൽമെന്റിന് വേണ്ടിയിട്ട് ഒരു അപ്പലേറ്റ് ബോഡി ഉണ്ടാക്കിയിട്ടുണ്ട്. അതിലേക്ക് അപ്പോയിന്റ്മെന്റ്സ് പോലും നടത്താൻ US-ന്റെ
ചില ശാഠ്യങ്ങൾ മൂലം നടക്കുന്നില്ല. അപ്പം ഓൾറെഡി WTOയെയും വീക്കൻ ചെയ്യുന്ന നടപടികൾ US സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇതൊക്കെയാണ് US ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിന്റെ റിയാക്ഷൻ സ്വാഭാവികമായിട്ട് വേൾഡിൽ ഉണ്ടാവുമല്ലോ. മറ്റ് കൺട്രീസ് USന്റെ ഈ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ മൾട്ടിലാറ്ററലിസത്തിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഓർഡറിനെ കീപ്പ് ചെയ്യുന്നതിനുള്ള ഓർഗനൈസേഷൻസിന് വീക്കൻ ചെയ്യാനുള്ള നടപടികളൊക്കെ US ചെയ്യുമ്പോൾ അതിന് ഒരു എതിർപ്പ് ലോകത്തുണ്ടാവും. ആ എതിർപ്പ് ഉണ്ടാവണം. അപ്പോഴേ ഇത്തരത്തിലുള്ള നടപടികൾ ചെയ്യുന്നതിന് USന് ചെറുതായിട്ടെങ്കിലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. USന്റെ എക്കണോമിക് ഹെഫ്റ്റ്, USന്റെ സ്ട്രെങ്ത് ഒക്കെ നോക്കുമ്പോൾ അവർ ചിലപ്പോൾ ആരും പറയുന്ന മൈൻഡ് ഇല്ലായിരിക്കും. ബട്ട് സ്റ്റിൽ ദർ ഷുഡ് ബി എ സ്ട്രോങ് ഒപ്പോസിഷൻ അല്ലേ. അപ്പൊ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾക്ക് അതിൽ പ്രധാന പങ്ക് വഹിക്കാൻ പറ്റുമെന്ന് പറയുന്നത്. പക്ഷെ ഇന്ത്യ അങ്ങനെ ഒരു സ്ട്രോങ് ഒപ്പോസിഷൻ ആയിട്ട് മുമ്പോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഈ ഓദർ പറഞ്ഞേക്കുന്നതാണ്. ഇന്ത്യക്ക് UN തന്നെ ഒരു മേജർ ലീഡർഷിപ്പ് റോൾ എടുക്കാൻ പറ്റും. UN സെക്യൂരിറ്റി കൗൺസിൽ ഇതുവരെയും അവർ 1945 UN ഉണ്ടായതിനു ശേഷം ഒരിക്കൽ പോലും സെക്യൂരിറ്റി കൗൺസിൽ എക്സ്പാൻഡ് ചെയ്തിട്ടില്ല. ഇന്ത്യ ക്യാൻ ടേക്ക് ഇനിഷ്യേറ്റീവ് ടു എക്സ്പാൻഡ് UN സെക്യൂരിറ്റി കൗൺസിൽ എന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. ബട്ട് അത് വീറ്റോ പോലുള്ള രാജ്യങ്ങളുണ്ട്. അത് വീറ്റോ ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. പക്ഷേ കുറെ സജഷൻസ് ആണ് ഇതിനകത്ത് പറഞ്ഞേക്കുന്നത്. ഇതൊക്കെയാണ് ഈ ആർട്ടിക്കിളിലുള്ളത്. പിന്നെ അതിന് മുന്നിൽ വേറൊരു ആർട്ടിക്കിളുണ്ട്. എന്ന് പറയുന്നത് ദ ചലഞ്ച് ഓഫ് പോലീസിങ് ഡിജിറ്റൽ ജയന്റ്സ് എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. ഇത് മെറ്റ പ്ലാറ്റ്ഫോം, ഗൂഗിൾ പോലുള്ള വേൾഡിലെ ബിഗ് ടെക്നോളജിക്കൽ പ്ലാറ്റ്ഫോംസ് നമ്മളുടെ ഡേറ്റ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചാണ്. അത് അവരുടെ മാർക്കറ്റിലെ ഡോമിനന്റ് പൊസിഷൻ ഉപയോഗിച്ച് അവർ ഈ ഡേറ്റ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. ആ ഡേറ്റ നമ്മളുടെ പോലും പ്രൈവസിയെ മാനിക്കാതെ അവർ മിസ്യൂസ് ചെയ്യുന്നു. അപ്പൊ അതിനെതിരെ അവർ ഇത്തരത്തിലുള്ള മാർക്കറ്റിലെ ഡോമിനന്റ് പൊസിഷൻ അബ്യൂസ് ചെയ്യുന്നതിനെതിരെ CCI, ഇന്ത്യയുടെ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന ഒരു റെഗുലേറ്റർ ഉണ്ട്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസിന് റെസ്ട്രിക്ട് ചെയ്യുന്നതിനുള്ള ഓർഗനൈസേഷനാണ്, ഇന്ത്യയുടെ റെഗുലേറ്ററാണ് CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത്. അവര് ഇപ്പൊ ഈ ഇടയ്ക്ക് മെറ്റയെ ഫൈൻ ചെയ്തു. അതുപോലെ കോടികളുടെ ഫൈൻ അടിച്ചു കൊടുത്തു. അതുപോലെ തന്നെ ഗൂഗിളിന് 1300 കോടി രൂപയുടെ ഫൈനും ഈ CCI, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ കൊടുത്തിരുന്നു. ഇപ്പൊ മെറ്റയ്ക്ക് ഈ പറഞ്ഞ ഫൈൻ കൊടുക്കാനുള്ള കാരണം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും ഓർമ്മയാണ്. നിങ്ങൾ എല്ലാവരും വർഷങ്ങളായിട്ട് വാട്സാപ്പ് യൂസ് ചെയ്യുന്നവരൊക്കെ ആയിരിക്കും. 2021 സമയത്ത് ഈ വാട്സാപ്പിന്റെ ഒരു പ്രൈവറ്റ് പോളിസി വന്നു. ആ പ്രൈവറ്റ് പോളിസി അക്സെപ്റ്റ് ചെയ്താൽ മാത്രമേ വാട്സാപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ നമുക്ക് കളഞ്ഞിട്ട് പോകണം വാട്സാപ്പ്. അങ്ങനെ ഒരു അവസ്ഥ വന്നു. അതായത് അവര് നമ്മളെ നിന്ന് കളക്ട് ചെയ്യുന്ന ഡേറ്റ അവരുടെ മറ്റ് പ്ലാറ്റ്ഫോംസ് ആയ ഫേസ്ബുക്കിനും ഇൻസ്റ്റാഗ്രാമിനും ഒക്കെ യൂസ് ചെയ്യാൻ നമ്മൾ കൺസെന്റ് കൊടുക്കേണ്ടി വന്നു ആ സമയത്ത്. അതായിരുന്നു ആ ഒരു പ്രൈവറ്റ് പോളിസിയുടെ ഒരു കാതൽ എന്ന് പറയുന്നത്. അപ്പം അത് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ നോക്കിയപ്പോൾ അത് അവരുടെ മാർക്കറ്റിലെ ഡോമിനന്റ് പൊസിഷൻ യൂസ് ചെയ്ത് ഇതുപോലെ നമ്മളുടെ ഡേറ്റ മിസ്യൂസ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുകയും ഒപ്പം മറ്റുള്ള കോമ്പറ്റീറ്റേഴ്സിനെ ആ കോമ്പറ്റീഷൻ ചെയ്യുന്നതിന് തടയുകയും ചെയ്യുന്ന ഒരു ആക്ട് ആയിട്ട് CCI വിലയിരുത്തി, കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്ക് ഇനി 5 വർഷത്തേക്ക് നമ്മൾ അങ്ങനെ കളക്ട് ചെയ്ത ഡേറ്റ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് 5 ഇയേഴ്സിലേക്ക് ഒരു ബാൻ കൊടുത്തു. ഒപ്പം 213 crores ഫൈനും കൊടുത്തു. പക്ഷെ അതിനെതിരെ മെറ്റ NCLAT അപ്രോച്ച് ചെയ്തു. NCLAT കമ്പനി ലോസുമായിട്ട് ബന്ധപ്പെട്ട ട്രിബ്യൂണൽ ആണല്ലോ. ആ NCLT ആണ്, അതിന്റെ മുകളിൽ NCLAT ഉണ്ട്, അപ്പലേറ്റ് ട്രിബ്യൂണൽ, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രിബ്യൂണൽ. അവര് ഈ ഫൈൻ അടയ്ക്കാൻ പറഞ്ഞു. പക്ഷേ ഈ ബാൻ 5 വർഷത്തേക്ക് ഡേറ്റ യൂസ് ചെയ്യുന്ന ബാൻ എടുത്ത് തൽക്കാലത്തേക്ക് സ്റ്റേ ചെയ്യാനും സമ്മതിച്ചു NCLAT. ഇതിന് സമാനമായിട്ട് ഗൂഗിളിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഗൂഗിൾ അവരുടെ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുന്ന ഫോണുകൾ മസ്റ്റായിട്ട് ഗൂഗിളിന്റെ കുറെ ആപ്പുകൾ ഇൻബിൽട്ട് ആയിട്ട് ആ ഫോണുകളിൽ വയ്ക്കണം എന്ന് നിർബന്ധം പിടിച്ചു. അത് നമുക്കറിയാലോ. ഒരുപാട് നമ്മൾ മേടിക്കുന്ന ആൻഡ്രോയിഡ് ഫോണുകളിലെല്ലാം ഗൂഗിളിന്റെ കുറെ ആപ്പുകൾ ഇൻബിൽട്ട് ആയിട്ട് വരുന്നില്ലേ. അപ്പൊ അങ്ങനെ നിർബന്ധം പിടിച്ചപ്പോൾ ഇപ്പൊ അത് പക്ഷേ കൺസെന്റ് ബേസ്ഡ് ആയിട്ടാണ് ചെയ്തത്, നിർബന്ധം പോലും അല്ല. അന്ന് നിർബന്ധം പിടിച്ചപ്പോൾ അതും ഈ മാർക്കറ്റിലെ ഈ ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിന്റെ ഡോമിനന്റ് പൊസിഷൻ മിസ്യൂസ് ചെയ്തുകൊണ്ട് അവര് കോമ്പറ്റീഷന് അവരുടെ ഇപ്പൊ ഇൻബിൽട്ട് ആയിട്ട് ഫോണിൽ ഇവരുടെ ആപ്പുകൾ വന്ന ഇതേ ആപ്പ് ഉള്ള കോമ്പറ്റീറ്റേഴ്സിന് വല്ല നിലനിൽപ്പുണ്ടോ? അപ്പൊ അത് അങ്ങനെ അത്തരത്തില് ഒരു മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ഒരു രീതി യൂസ് ചെയ്യാണെന്ന് പറഞ്ഞ് അന്ന് കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗൂഗിളിന് അഗെയിൻസ്റ്റ് ആയിട്ട് ഏതാണ്ട് 1300 കോടി രൂപയുടെ ഫൈൻ അടിച്ചു കൊടുത്തു. അത് NCLAT പോയിട്ട് അവരുൾപ്പെടെ അത് അപ്ഹെൽഡ് ചെയ്തു. ഗൂഗിളിന് അത് പേ ചെയ്തേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇതേപോലെ, പക്ഷെ ഇത് ഇന്ത്യയിൽ മാത്രമല്ല കണ്ടോ, അതിവിടെ പറയുന്നുണ്ട്. NCLT 2023 അത് അപ്ഹെൽഡ് ചെയ്യുകയും ചെയ്തു ഗൂഗിളിനോട് ഈ പെനാൽറ്റി. ഇത് ഇന്ത്യയിൽ മാത്രമല്ല, ഇതേ രീതിയിലുള്ള പരിപാടികൾ അവർ US ബേസ്ഡ് കമ്പനികളായിരുന്നു US പോലും ചെയ്യുന്നുണ്ട്. US കൊളംബിയയിലെ കോർട്ടൊക്കെ ഇതുപോലെ
ഗൂഗിളിനെതിരെയൊക്കെ ഇത്തരത്തിലുള്ള വിധികൾ പറഞ്ഞിട്ടുണ്ട്. അവർ ആന്റി ട്രസ്റ്റ് ലോസിനെയൊക്കെ വയലേറ്റ് ചെയ്യുന്നതിന്റെ പേരിൽ യൂറോപ്യൻ യൂണിയനിൽ ഒരുപാട് അവർക്ക് ഫൈൻ കിട്ടുന്ന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മെറ്റയും ഗൂഗിളും ഒക്കെ ഇത്തരത്തിലുള്ള ഡേറ്റ മാനിപ്പുലേഷൻസിലും അവരുടെ മാർക്കറ്റ് ഡോമിനൻസ് ഉപയോഗിച്ച് മൊണോപ്പൊളിസ്റ്റിക് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് യൂസ് ചെയ്യുന്നതിന്റെ പേരിലും ഒക്കെ യൂറോപ്യൻ യൂണിയന്റെ അത് ജർമ്മനിക്കകത്തൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ എല്ലാത്തിന്റെ കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട്. ഇനി ഇന്ത്യയിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാൽ നമ്മളുടെ കോമ്പറ്റീഷൻ ആക്ട് 2000, ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഗവേൺ ചെയ്യുന്ന കോമ്പറ്റീഷൻ ആക്ട് 2002 ആണ്. അപ്പൊ അന്ന് നിങ്ങൾക്ക് അറിയാം ഡേറ്റ എന്ന ഇത്രയും വലിയ വിഷയം അല്ല. അപ്പൊ അന്ന് ഈ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഒക്കെ കൊണ്ടുവരുന്നത് ഈ മാർക്കറ്റിലെ ഡോമിനന്റ് പൊസിഷൻ ഉപയോഗിച്ച് ഈ കോമ്പറ്റീഷൻ തടയുന്നതിനെയൊക്കെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയില്ല. പക്ഷെ പിന്നീടാണ് ഈ ഡേറ്റ എന്നൊരു സംഭവം വലിയൊരു വിഷയമായിട്ട് മാറുന്നത്. അപ്പൊ ഡേറ്റ മിസ്യൂസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ടുള്ള പ്രോപ്പർ ആയിട്ടുള്ള പ്രൊവിഷൻസ് ഈ കോമ്പറ്റീഷൻ ആക്ട് 2002 ഇല്ല. അതിനെ കാലാനുസൃതമായിട്ട് അമെൻഡ് ചെയ്യണം എന്നതിന്റെ അകത്ത് പറയുന്നുണ്ട്. പിന്നെ നമുക്കറിയാം, ഞാൻ ഇന്നലെ നിങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ DPDP, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട് 2023. ഇതാണ് ഇപ്പൊ ഇന്ത്യയിൽ ഉള്ള നിയമം എന്ന് പറയുന്നത് ഡേറ്റ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അതിന്റെ അണ്ടറിൽ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡ്സ് ഒക്കെ വരാൻ പോയാ. ആ ഡേറ്റ പ്രൊട്ടക്ഷൻ ബോർഡും കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയും തമ്മിൽ ഒരു കോമ്പാറ്റബിലിറ്റി എൻഷുർ ചെയ്യുന്ന രീതിയിലുള്ള നിയമനിർമ്മാണം നടത്തണം. എന്നാൽ ഇവർക്ക് രണ്ടുപേരും കൂടെ യോജിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിച്ചാൽ ഒരു പരിധിവരെ മെറ്റ, ഗൂഗിൾ പോലുള്ള പ്ലാറ്റ്ഫോംസ് ഈ ഡേറ്റ മിസ്യൂസും മാർക്കറ്റിലെ ഡോമിനന്റ് പൊസിഷൻ മിസ്യൂസും ഒക്കെ തടയാൻ പറ്റും എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ അകത്ത് പറയാനുള്ളത്. ഇത് വായിച്ചു നോക്കി ഇനി മനസ്സിലാവും. ഞാൻ എന്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നാഗ്പൂർ നോർമൽസിയിലേക്ക് വരുന്ന, നാഗ്പൂരിൽ എന്തായിരുന്നു വിഷയം എന്നൊക്കെ അറിയാലോ. സംഭാജി നഗർ, അവിടെ ഔറംഗസേബിന്റെ ടോംബ് ഉണ്ട്, അത് റിമൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉള്ള തുടങ്ങിയ പ്രശ്നം പിന്നെ ഒരു കമ്മ്യൂണൽ പ്രശ്നമായിട്ട് മാറി. അങ്ങനെ ആകെ വിഷയമായി. ഇപ്പൊ ഓക്കെ ആവുന്ന പറയുന്നു. റെസ്ട്രിക്ഷൻസ് ഈസ്റ്റ് ഇൻ ചുരചന്ദപൂർ ഡിസ്ട്രിക്ട് ഓഫ് മണിപ്പൂർ. അന്നൊരു ന്യൂസ് കാണാം. ചുരചന്ദപൂർ എന്ന് പറഞ്ഞാൽ കുക്കി കമ്മ്യൂണിറ്റിക്ക് വലിയ ഡോമിനൻസ് ഉള്ള സ്ഥലമാണ്. അപ്പൊ മെയ്റ്റിയും കുക്കിയും തമ്മിൽ അവിടെ മണിപ്പൂരിൽ വലിയ വിഷയങ്ങൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവിടെ അന്ന് കർഫ്യൂ ഏർപ്പെടുത്തി. ആ കർഫ്യൂ ഇപ്പോഴും ഉണ്ട്, പക്ഷെ അത് റിലാക്സ് ചെയ്തൊരു ന്യൂസാണ്. പിന്നെ താഴോട്ട് വരുമ്പോ ആർമി സീക്സ് ഇൻക്ലൂഷൻ ഓഫ് അഡീഷണൽ ഏരിയാസ് ഇൻ മണിപ്പൂർ അണ്ടർ AFSPA. That you should understand, because I yesterday also told you Manipur is under AFSPA, Armed Forces Special Power Act. Not only Manipur, many northeastern states in India and Jammu and Kashmir is under AFSPA, Armed Forces Special Power Act. But at the same time, you should understand the entire area of a state is not under AFSPA. You consider the case of Manipur and assume Manipur has 10 districts. It's an assumption. Exact districts. Sometimes 5 districts will be relatively peaceful and 5 districts will be problematic. Then the AFSPA, Armed Forces Special Power Act, will be implemented on those 5 problematic districts only. Why should we punish the districts, people of the districts having peaceful nature? അപ്പൊ അങ്ങനെയായിരിക്കും എപ്പോഴും ഇംപ്ലിമെന്റേഷൻ. അല്ല എൻ്റെ സ്ഥലത്ത് പ്രശ്നമാണെങ്കിൽ എൻ്റെ സ്റ്റേറ്റിലും വരും. പക്ഷെ മണിപ്പൂരിലേക്ക് ഇപ്പൊ എൻ്റെ ഡിസ്ട്രിക്റ്റിലും ഇല്ല. അപ്പൊ കൂടുതൽ മണിപ്പൂരിന്റെ ഏരിയാസിനെ AFSPAയുടെ അകത്ത് കൊണ്ടുവരണമെന്ന് ആർമി പറഞ്ഞേക്കുന്നത്. ഇപ്പൊ ഹോം മിനിസ്ട്രി ആയിട്ടുള്ള മീറ്റിംഗിൽ ഹോം മിനിസ്ട്രിയാണ് AFSPA ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഹോം മിനിസ്ട്രി ഓഫ് ഇന്ത്യ, ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പവർ ആക്ട്. പിന്നെ ലാൻഡ് അക്വയർഡ് ഫോർ പബ്ലിക് പർപ്പസ് കാൻ ബി റിട്ടേൺ ടു ഓണർ ത്രൂ പ്രൈവറ്റ് ഡീൽ എന്ന് പറഞ്ഞൊരു സുപ്രീം കോടതിയിൽ എന്നൊരു വിധിയുണ്ട്. അതായത് ഇപ്പോ imagine a case for construction of national highway. My land was acquired by government. 2 acres of my land was acquired by government, but that 1.5 acres was used by government, and the remaining 5 acres is 0.5 acres is ideally അല്ലെങ്കിൽ അവര് ഐഡിയലായിട്ട് അവരെ കയ്യിലിരിക്കുന്നു. അത് പിന്നെ എനിക്ക് തിരിച്ചു തരുമ്പോൾ അതൊരു പ്രൈവറ്റ് എഗ്രിമെന്റ് വഴി തിരിച്ചു തരാൻ പാടില്ല എന്നാണ്. എങ്ങനെയാണോ അക്യൂസിഷൻ ഉപയോഗിച്ച പ്രൊസീജിയർ അതുപോലെ ആയിരിക്കണോ തിരിച്ചു കൊടുക്കേണ്ടത് എന്നല്ല സുപ്രീം കോടതി ഒരു വിധിയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. ഡൽഹി ഗവൺമെന്റ് അങ്ങോട്ട് അങ്ങനെ ആരെന്നൊക്കെയോ വസ്തു അക്വയർ ചെയ്തിട്ട് തിരിച്ച് പ്രൈവറ്റ് എഗ്രിമെന്റ് വഴി ആ വാങ്ങിയ ആളിനെ തിരിച്ചു കൊടുത്തു. അത് ഇല്ലീഗലാണെന്ന് കോടതി പറഞ്ഞേക്കുന്നത്.
പിന്നെ പാർലമെന്റിൽ ഇപ്പൊ ബഡ്ജറ്റ് സെഷൻ നടക്കുകയല്ലേ, അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീലിമിറ്റേഷന്റെ ഒക്കെ പേരിൽ വലിയ വിഷയങ്ങൾ നടക്കുന്നു. ഇന്നലെ പാർലമെന്റിൽ ആൾക്കാര് ഇറങ്ങിപ്പോവുകയൊക്കെ ചെയ്തതിനെ കുറിച്ച്. ഈ പേജ് ഫുള്ള് പൊളിറ്റിക്കൽ ന്യൂസാണ്, ഒന്നും എനിക്ക് ഡിസ്കസ് ചെയ്യാനില്ല. അതിന്റെ അടുത്ത പേജിൽ പോകുമ്പോൾ believe India will cut tariffs substantially on US goods. Trump. Yesterday, Donald Trump gave an interview to an American media platform, and at that time also he reiterated the stand that India's tariffs are very high, and he's expecting India will reduce those tariffs against the US companies. Otherwise, from April 2 onwards, US will be forced to impose counter tariffs on Indian products. That is what yesterday he threatened. At the same time, he's telling US considers India as the closest friend of US, and their only one problem is regarding this tariff issue with India. Otherwise, there is no problem between India and USA. And he discussed about IMEC also. IMEC, India, Middle East, Europe Economic Corridor. That this is a connectivity project. India, Middle East, Europe Economic Corridor is a connectivity project that was conceptualized in 2023 G20 summit happened in India, and India, USA, some European countries, and Middle East countries like Saudi Arabia, UAE, Israel are the main participants of this connectivity project, IMEC, India, Middle East, Europe Economic Corridor. The new president of USA, Donald Trump, is very much excited about the prospects of this connectivity project. It can rival China's connectivity project, BRI, Belt and Road Initiative. പിന്നെ ഇവിടെ അടുത്ത COP30 സമ്മിറ്റ് എവിടെയാണ് നടക്കാൻ പോണെന്ന് പറയുന്നുണ്ട്. COP30, you know, every year there is a climate related conference, and that conference will be known by the number. എത്രാമത്തെ നമ്പറാണ് നടക്കുന്നതെന്നുള്ളതിന്റെ. COP29 ആണ് ഇപ്പൊ കഴിഞ്ഞത്. അത് അസർബൈജാനിലെ ബാക്കു, അസർബൈജാന്റെ ക്യാപിറ്റലായ ബാക്കുവിൽ വെച്ചായിരുന്നു. Now the COP30 summit is going to be held this year in November in ബ്രസീലിലെ ഒരു സിറ്റിയിൽ വെച്ച, സിറ്റിയുടെ പേര് ഞങ്ങൾ മറന്നു. എന്തായാലും സാവോപോളോയിലും ബ്രസീലിയയിലൊന്നും അല്ല, റിയോ ഡി ജനറലൊന്നും അല്ല, വേറൊരു സിറ്റിയാണ്. ബ്രസീലിൽ വെച്ചാണ്, അത്രയും തൽക്കാലം അറിഞ്ഞാൽ മതി. COP30 സമ്മിറ്റ്. അപ്പൊ ആൻഡ്രി ലാഗോ ആണ് ഇതിന്റെ പ്രസിഡന്റ്, ഈ മീറ്റിംഗിന്റെ. ആൻഡ്രി ആൻഡ്രി ലാഗോ, പ്രസിഡന്റ് ഓഫ് COP30 സമ്മിറ്റ്. അത് ഈ വർഷം നവംബറിൽ നടക്കത്തേ ഉള്ളൂ. പിന്നെ Unified pension scheme for central government staffs notified. It is a very good scheme for central government staffs. You all know there is no ഈ പഴയ ഒരു യൂണിവേഴ്സൽ പെൻഷൻ സ്കീം is not there, and removing that universal pension scheme, government started NPS, National Pension System. But the main criticism against the NPS, National Pension System, is it is not providing an assurance that this much pension will be a pension you are entitled to after the retirement. അതായത് റിട്ടയർമെന്റിന് ശേഷം ഇത്ര പെൻഷൻ നിങ്ങൾക്ക് കിട്ടുന്നത് എങ്ങും പറയുന്നില്ലായിരുന്നു NPS. അതായിരുന്നു അതിന്റെ പ്രശ്നം. പക്ഷേ ഗവൺമെന്റ് ഇപ്പൊ അത് മാറ്റി UPS കൊണ്ടുവന്നു, യൂണിഫൈഡ് പെൻഷൻ സ്കീം. അത് NPSന്റെ ഒരു എക്സ്റ്റൻഷൻ തന്നെയാണ്. അത് വരുന്നവരോട് അപ്പോഴും കോൺട്രിബ്യൂഷൻ കൊടുക്കണം, നമ്മുടെ സാലറിയിൽ നിന്ന് കട്ടിങ് വരും. ബട്ട് സ്റ്റിൽ യു വിൽ ഗെറ്റ് 50% ഓഫ് ദ ആവറേജ് ഓഫ് ദ ലാസ്റ്റ് 1 year സാലറി. നിങ്ങളിപ്പോ റിട്ടയർമെന്റ് ചെയ്യുന്ന ലാസ്റ്റ് 1 year ഉണ്ടല്ലോ, ആ 1 yearലെ സാലറിയുടെ ആവറേജിന്റെ 50% മന്ത്ലി ആവറേജിന്റെ. അപ്പൊ എനിക്ക് ആവറേജ് ഇപ്പൊ ഒരു 1 ലക്ഷം രൂപയാണ് എനിക്കിപ്പം കഴിഞ്ഞ ഞാൻ റിട്ടയർ ചെയ്യുന്ന വർഷം കിട്ടുന്നെങ്കിൽ, മന്ത്ലി ആവറേജ് 1 ലക്ഷമാണ്. എനിക്ക് 50,000 രൂപ പെൻഷൻ കിട്ടും. അത് അശോടാ, നല്ല കാര്യമല്ലേ? അപ്പൊ അത് ഇനിയിപ്പോ അതാവും സെൻട്രൽ ഗവൺമെന്റ്. അപ്പൊ ബാങ്കിലും എല്ലാം മറ്റു ഓർഗനൈസേഷനും എല്ലാം അത് സെൻട്രൽ ഗവൺമെന്റ് ചൂട് പിടിച്ച് എല്ലായിടത്തും NPS അങ്ങനെ മാറും. അപ്പൊ പഴയതുപോലെ പെൻഷൻ അട്രാക്റ്റീവ് ആവും. അപ്പോഴും പണ്ട് നമ്മളെ പേരൻസിനൊക്കെ പെൻഷൻ കിട്ടുന്നതിന് അവരുടെ കയ്യിൽ നിന്ന് ഒന്നും കട്ടി കിട്ടില്ല. പക്ഷെ അപ്പോഴും നമ്മളെ കയ്യിൽ നിന്ന് കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടി വരും. കോൺട്രിബ്യൂഷൻ കൊടുത്താലും കുഴപ്പമില്ല, രാഷ്ട്രീയ പെൻഷൻ കിട്ടുന്നതിന്. പാനൽ ഫ്ലാഗ്സ് ഷോഡി ഇംപ്ലിമെന്റേഷൻ ഓഫ് സെന്റേഴ്സ് ഫ്ലാഗ്ഷിപ്പ് ടൂറിസം സ്കീം എന്നൊരു ന്യൂസ് ഉണ്ട്. അത് സ്വദേശ് ദർശൻ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു ടൂറിസം സ്കീം ഉണ്ട്. ആ സ്കീമിന്റെ ഇംപ്ലിമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട്
PAC ചില വിമർശനങ്ങൾ ഉന്നയിച്ചേക്കുന്നു. PAC മീൻസ് പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി. ഇറ്റ് ഈസ് എ പാർലമെന്ററി കമ്മിറ്റി. അതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും മെയിൻ ഒപ്പോസിഷൻ പാർട്ടിയുടെ ലീഡർ ആയിരിക്കും അതിന്റെ ഹെഡ് എന്ന് പറഞ്ഞത്. PAC പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയുടെ ചെയർമാൻ എപ്പോഴും മെയിൻ ഒപ്പോസിഷൻ പാർട്ടി ലീഡർ ആയിരിക്കും. നൗ PAC ചെയർമാൻ ഇസ് KC വേണുഗോപാൽ. യു നോ മെയിൻ ഒപ്പോസിഷൻ പാർട്ടി ഓഫ് ഇന്ത്യ ഇസ് കോൺഗ്രസ് ആൻഡ് KC വേണുഗോപാൽ is an MP, member of parliament from Alappuzha. He is a member of Congress. That's why he got the chairmanship of PAC Public Accounts Committee, since he is a leader of the main opposition party. പിന്നെ ബിസിനസ് പേജിൽ വരുമ്പോൾ ഇൻഫ്ലേഷനായിട്ട് ബന്ധപ്പെട്ട ഓരോരോ സ്റ്റഡീസ് ഒക്കെ ഉണ്ട്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു സ്റ്റഡിയെ കുറിച്ചായിരുന്നു, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ എലി ലില്ലി എന്ന് പറഞ്ഞ US ഫാർമസ്യൂട്ടിക്കൽ കമ്പനി ഡയബറ്റീസിന്റെ മരുന്ന് ഡെവലപ്പ് ചെയ്തതിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് ഉണ്ട്. എലി ലില്ലിയുടെ പ്രത്യേകത വേൾഡിലെ ടോപ്പ് 10 കമ്പനീസിൽ 8ാം സ്ഥാനത്ത് വരുന്ന കമ്പനിയാണ്. 8 അല്ല 9ാം സ്ഥാനത്ത് വരുന്ന കമ്പനിയാണ്. അന്ന് പഠിക്കേണ്ട പറഞ്ഞ ടോപ്പ് 10 കമ്പനീസ് ബൈ മാർക്കറ്റ് വാല്യൂ നോക്കുക. 1ാം സ്ഥാനത്ത് ആപ്പിൾ ആണ്, 2ാം സ്ഥാനത്ത് NVIDIA ആണ്, 3ാം സ്ഥാനത്ത് മൈക്രോസോഫ്റ്റ് ആണ്. അങ്ങനെ നോക്കി പോകുമ്പോൾ 8ാം സ്ഥാനത്ത് 9ാം സ്ഥാനത്ത് വരുന്ന ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ് എലി ലില്ലി. അത് US ബേസ്ഡ് കമ്പനിയാണ്. ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ കൂട്ടത്തിൽ ലോകത്തിൽ ടോപ്പ് 10 കമ്പനീസ് വരുന്ന ഒരേ ഒരു കമ്പനി എലി ലില്ലിയാണ്. ലില്ലി എന്നാണ് അവർ ചുരുക്കപ്പേരിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ വേൾഡ് പേജിൽ യുക്രൈൻ റഷ്യ വാർ അവസാനിപ്പിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട ടോക്സിനെ കുറിച്ചൊക്കെയാണ്. ഇപ്പൊ സൗദി അറേബ്യയിൽ വെച്ച് അടുത്ത ആഴ്ച US റഷ്യയുമായിട്ടും യുക്രൈനുമായിട്ടും മീറ്റിംഗ് നടത്താൻ പോകണം ഈ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ കുറിച്ച്. പിന്നെ യൂറോപ്യൻ യൂണിയൻ യുദ്ധം അവസാനിച്ചാൽ എങ്ങനെ യുക്രൈനെ റഷ്യയുടെ ഫർദർ അറ്റാക്കിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയുള്ള സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റും എന്നൊക്കെയുള്ള ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തു. അതിൽ UK പ്രൈം മിനിസ്റ്റർ കീർ സ്റ്റാമർ, അതുപോലെ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ ഒക്കെ അതിൽ പങ്കെടുത്തു. അതിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ് കാണാം. പിന്നെ ഹമാസ് ഇസ്രായേൽ തമ്മിലുള്ള വാറിൽ വീണ്ടും ആൾക്കാർ 85 പേര് കൊല്ലപ്പെട്ടു. കാനഡയുടെ പ്രൈം മിനിസ്റ്റർ മാർക്ക് കാർണി കാനഡയിൽ ഇലക്ഷൻ നടത്താൻ തീരുമാനിച്ചു ഏപ്രിൽ 28. പിന്നെ സിറിയയുടെ പുതിയ ലീഡർ മുഹമ്മദ് അൽ ജൊലാനി ന്യൂ ലീഡർ ഓഫ് സിറിയ. മുഹമ്മദ് അൽ ജൊലാനി, പുള്ളിക്ക് എല്ലാ സപ്പോർട്ടും റഷ്യ ഓഫർ ചെയ്തേക്കുന്നു. ഇതാണ് മുഹമ്മദ് അൽ ജൊലാനി. വർഷങ്ങൾക്ക് ശേഷം ജർമ്മനി സിറിയയുടെ ക്യാപിറ്റൽ ഡമാസ്കസിൽ അവർ എംബസി ഓപ്പൺ ചെയ്തു. ജൊലാനി അധികാരത്തിൽ വന്നതിന് ശേഷം ബഷർ അൽ അസാദ് ആയിരിക്കുന്ന സമയത്ത് യൂറോപ്പിനൊക്കെ അദ്ദേഹത്തിന്റെ എതിർപ്പായിരുന്നു. അതുകൊണ്ട് അവിടെ അവർ എംബസിയൊക്കെ പൂട്ടിയിട്ടേക്കായിരുന്നു. പിന്നെ സ്പോർട്സ് പേജിൽ പോകുമ്പോൾ സ്പോർട്സ് പേജിൽ നിന്ന് വലിയൊരു ന്യൂസ് ഉണ്ട് കേട്ടോ. അത് ഞാൻ പറയാതെ പോകാൻ തുടങ്ങിയതാണ്. വേറെ ഒന്നുമല്ല, ഒളിമ്പിക്സിന്റെ ലോക ബോഡിയായ ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി IOC അതിന്റെ പുതിയ ഹെഡ് ഇത്രയും കാലം തോമസ് ബാച്ച് ആയിരുന്നു. സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് ആയിട്ടുള്ള സ്വിറ്റ്സർലൻഡിലെ സൂറിച്ച് അല്ല ലുസൈൻ, സൂറിച്ചിൽ ഫിഫയാണ്. ഫിഫയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ആണ് സൂറിച്ചിൽ. ലുസൈൻ is another city in Switzerland. That is the headquarters of IOC International Olympic Committee. That is the responsible body for selection of venue of Olympics and conducting of Olympics also is the responsibility of IOC International Olympic Committee. Thomas Bach was the president of International Committee for more than last one decade. Now International Olympic Committee got its youngest president, and incidentally she is a female and she is the first person to be selected. First person from the female community to be selected as IOC president, and she's an Olympic medal winner. She's a swimmer. She's the first one to be selected as the president of IOC from African countries. She's a citizen of Zimbabwe. Zimbabwe is an African country, and her name is Kirsty Krasty Coventry. Kirsty Coventry. She's a legendary swimmer from South Africa. She got 2 Olympic medals. Only 41 years old. That's why she's the youngest one to adorn the position of the president of International Olympic Committee. She's the first woman to hold that position, and she's the first one from Africa to become the president of International Olympic Committee. And headquarters എവിടെയാണ്? ലുസൈൻ. പിന്നെ ബോക്സിംഗിന് ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ ഒരിടം കൊടുത്തു. ഇടയ്ക്ക് വെച്ച് വലിയ വിഷയമൊക്കെ ആയി. അവിടെ ബോക്സിംഗ് ഫെഡറേഷനായിട്ടുള്ള പ്രശ്നത്തിൽ ഈ ബോക്സിങ്ങിനെ ഇൻക്ലൂഡ് ചെയ്യില്ലെന്നൊക്കെ പറഞ്ഞാണ്.
പക്ഷെ എന്തായാലും അവസാനം ഇന്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ബോക്സിങ്ങിന് ലോസ് ആഞ്ചലസിലാണ് നെക്സ്റ്റ് ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് 2028. അതും പഠിച്ചു വെച്ചാൽ 2028 എവിടെയാണ് ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത്? ലോസ് ആഞ്ചലസ് USA അതില് ബോക്സിംഗും കാണും. പിന്നെ 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ എവിടെയാണ് നടക്കാൻ പോണ? അതും അമേരിക്കയില. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ, മെക്സിക്കോ, ഇങ്ങനെ 3 രാജ്യങ്ങളില. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, കാനഡ ആൻഡ് മെക്സിക്കോ, ദീസ് 3 countries are going to jointly host 2026 FIFA വേൾഡ് കപ്പ്, മറ്റേ ഒളിമ്പിക്സ് 2028. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പത്രം. ഓക്കെ, താങ്ക് യു.